ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 26 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം. നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാവുന്ന ഒരു രാജ്യത്തിലെ പൗരന്മാരാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞാനൊരു സന്ദേശം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഈ ആഴ്ചയിൽ നടന്ന ഒരു സംഭാഷണം, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ നടന്ന സംഭാഷണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നെ വളരെ പ്രചോദിപ്പിച്ച ഒരു സംഭാഷണമാണ്. ഈ രണ്ട് സുഹൃത്തുക്കളും ഹിന്ദുക്കളാണ്, രണ്ടുപേരും സ്ത്രീകളാണ്. അപ്പോൾ ഒരാൾ കൃഷ്ണഭക്തയും ഒരാൾ യേശു ഭക്തയുമാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ കൃഷ്ണഭക്ത യേശു ഭക്തയായ സ്ത്രീയോട് പറഞ്ഞു, കൃഷ്ണനെ ഭജിക്കൂ, കൃഷ്ണനെ ഓർക്കൂ, എന്നിട്ട് എന്ത് ചോദിച്ചാലും അവൻ തരും. എന്ത് വരം ചോദിച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകില്ല, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകില്ല, എന്ത് പ്രശ്നത്തിനും പരിഹാരം കൃഷ്ണനാണ് എന്നെല്ലാം പറഞ്ഞ് അവരുടെ ആ കൃഷ്ണഭക്തി നന്നായിട്ട് അവതരിപ്പിക്കുകയാണ്. മറ്റേ ആൾ പറഞ്ഞു, നീ പറയുന്നതെല്ലാം സത്യമായിരിക്കാം, അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം എനിക്ക് വല്ലാതെ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അവൻ ഇല്ലേ, നിങ്ങൾക്ക് ദുരിതമുണ്ടാകില്ലെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ആണ് പറഞ്ഞത്, നിങ്ങൾക്ക് സഹനമുണ്ടാകും, നിങ്ങൾ വെറുക്കപ്പെടും, നിങ്ങൾ അനുദിനം കുരിശെടുക്കണം, നിങ്ങൾ സ്വയം പരിത്യജിക്കണം. എന്നിട്ട് വേറൊരു കാര്യം കൂടി ഈ സ്ത്രീ പറയാണ്, ഇഹലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ദുരന്തമുണ്ടാകും, സഹനമുണ്ടാകും, ക്ലേശം, കഷ്ടത, ദുരിതമൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഉണ്ടാകില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, ഈശോ മിശിഹ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ തനിച്ചായിരിക്കില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് ദുരന്തമുണ്ടാകും, സഹനമുണ്ടാകും, ക്ലേശം, കഷ്ടത ഒക്കെ ഉണ്ടാകും. അത് ഇഹലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ അതൊക്കെ സഹിക്കുമ്പോഴും നിങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കരം ഞാൻ പിടിച്ചിട്ടുണ്ടാകും. ഹിന്ദുവായ ഒരു യേശു ഭക്ത അവരുടെ വളരെ അടുത്ത സുഹൃത്തായ ഒരു കൃഷ്ണഭക്തിയോട് പറഞ്ഞതാണ് ഞാൻ ഈ പറയുന്നത്. ഈ യേശുഭക്തിയായ സ്ത്രീയുടെ ഒരു പുസ്തകം ബിബ്ലി അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. യേശുദേവൻ്റെ ഞാൻ ഓർക്കുന്നില്ല, ബിബ്ലിയയിൽ ചോദിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, യേശു പറഞ്ഞ വചനത്തെ അവരെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾ ഇഹലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരന്തമൊക്കെ ഉണ്ടാകും, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ദുരന്തം കർത്താവ് ഒഴിവാക്കാത്തത്, ദുരിതം ഒഴിവാക്കാത്തത്? അതിനുള്ള ഉത്തരം വാസ്തവത്തിൽ പൗലോസ് നൽകുന്നുണ്ട് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഫിലിപ്പിയയിൽ വെച്ചിട്ടാണ് പൗലോസിന് റോമൻ പൗരത്വം കിട്ടിയത്. റോമ സാമ്രാജ്യത്തിൻ്റെ പൗരനായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് കുരിശിലേറ്റാതെ തലവെട്ടിക്കൊന്നത്. ഈ റോമൻ പൗരന്മാരെ കുരിശിലേറ്റ് കൊല്ലാൻ പാടില്ലായിരുന്നു. ഈ റോമാലേഖനത്തിൽ, അതായത് എവിടെ വെച്ചിട്ടാണോ റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരത്വം പൗലോസിന് കിട്ടിയത്, അവർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പി എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള ലേഖനം. ഫിലിപ്പിയിൽ ഞാൻ പോയിട്ടുണ്ട്, അദ്ദേഹം പൗലോസ് കിടന്ന ജയിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫിലിപ്പിയ സഭയ്ക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് 3:20, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. റോമൻ പൗരത്വം കിട്ടിയ അതിൻ്റെ പേരിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടായിരുന്നു പൗലോസിന്. സീസറിന് മുമ്പിൽ എനിക്ക് ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുവദിക്കേണ്ടി വന്നു. അങ്ങനെ അത്രയും റോമൻ പൗരൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, സവിശേഷമായ പ്രിവിലേജസ്. അതെല്ലാം പൗലോസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള റോമൻ പൗരനാണെന്നുള്ള ആ ആനുകൂല്യം പങ്കുപറ്റിയ പൗലോസ് പറയാണ്, എന്നാൽ യഥാർത്ഥ പൗരത്വം റോമൻ പൗരത്വമല്ല, ഇന്ത്യൻ പൗരത്വമല്ല, ഒരു പൗരത്വമല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 3:20. ഇതേക്കുറിച്ച് ഈ റിപ്പബ്ലിക്കിൻ്റെ അന്ന് നമുക്കിതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഇന്ത്യയോടുള്ള ഭാരതത്തോടുള്ള സ്നേഹം ഒട്ടും കുറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതേസമയം സ്വർഗരാജ്യത്തോടുള്ള സ്നേഹം ഈ ഇന്ത്യ മഹാരാജ്യത്തോടുള്ളതിനേക്കാൾ വലിയ സ്നേഹമായിരിക്കണം സ്വർഗരാജ്യത്തോട്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നമ്മൾ എത്ര കൊല്ലം ജീവിക്കും? ഈ ലോകത്തിൽ ഏത് രാജ്യത്ത് എത്ര കൊല്ലം ജീവിക്കും? ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അരിസ്റ്റോട്ടലിൻ്റെ സുപ്രസിദ്ധമായ രചനയാണ് പൊളിറ്റിക്ക. പൊളിത്തേവുമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പൊളിറ്റിക് എന്ന വാക്കിൻ്റെ ഉത്ഭവം. അതിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക്. നമ്മൾ രാഷ്ട്രീയം എന്നൊക്കെയാണ് പലപ്പോഴും പറയുക. കുറച്ചുകൂടി നല്ല വാക്ക് രാഷ്ട്രവ്യവഹാരം എന്നാണ്, രാഷ്ട്രവ്യവഹാരം. ഈ പൊളിത്തേവും എന്ന വാക്കിന് റിപ്പബ്ലിക് എന്നർത്ഥമുണ്ട്. റിപ്പബ്ലിക് സ്വതന്ത്ര രാഷ്ട്രം. സ്റ്റേറ്റ് എന്നർത്ഥമുണ്ട്, ദേശരാഷ്ട്രം. ദേശമില്ലാതെയും രാഷ്ട്രമുള്ളവരുണ്ട്, ദേശരാഷ്ട്രം. ഇപ്പം
ഈ ദലൈലാമ, അവർ നേപ്പാളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടു. പക്ഷേ അവരൊരു രാഷ്ട്രം തന്നെയാണ്, പക്ഷേ ദേശമില്ല. അവർക്ക് ദേശമില്ല, രാഷ്ട്രമുണ്ട്. അപ്പോൾ ദേശരാഷ്ട്രം എന്ന് അർത്ഥമുണ്ട്. ദേശവും രാഷ്ട്രവും കൂടിയുള്ളവർ. ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് നമുക്ക് രാഷ്ട്രമുണ്ട്, ദേശമുണ്ട്. ദേശരാഷ്ട്രം, അതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പൗരത്വം നൽകുന്ന ഇടം എന്നർത്ഥമുണ്ട്. ദ പ്ലേസ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്നർത്ഥമുണ്ട്. പൊതുരാഷ്ട്രം എന്നർത്ഥമുണ്ട്. കോമൺവെൽത്ത്, പൊതുരാഷ്ട്രം. അങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് ഈ പൊളിത്തയൂവ എന്ന ഗ്രീക്ക് വാക്കിന്. ഇതിന് തന്നെ സിറ്റിസൺഷിപ്പ്, പൗരത്വം എന്നർത്ഥമുണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് പൗരത്വം എന്നർത്ഥമുണ്ട്. റിപ്പബ്ലിക്കിന് പൗരന്മാർക്ക് കടമകളുണ്ട്, അവകാശങ്ങളുണ്ട്. പോലീസ് എന്ന വാക്കിന് പോലീസ്, നഗരം, പട്ടണം എന്നൊക്കെ അർത്ഥം. അക്രോപോലിസ് എന്നൊക്കെ പറയുമല്ലോ. പോലീസ് എന്ന് വെച്ചാൽ പട്ടണം, നഗരം. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കാണ് ഈ പൊളിത്തേസ്, പൗരൻ എന്നാണ് അർത്ഥം. അപ്പോൾ പൊളിറ്റിക്സിന് പൗരനെ സംബന്ധിച്ച കാര്യങ്ങളെന്നും ധ്വനിയുണ്ട്. പോലീസ് നഗരം, പൊളിത്തേസ് പൗരൻ, പൊളിറ്റിക്സ് പൗരനെ സംബന്ധിച്ച കാര്യങ്ങൾ. 1430 ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ പൊളിറ്റിക്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഗ്രീസിൽ എത്രയോ പണ്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ ആദ്യമായിട്ട് പൊളിറ്റിക്സ് വാക്ക് ഉപയോഗിക്കുന്നത് 1430 ആർക്ക് എപ്പോൾ എന്ത് എങ്ങനെ കിട്ടുന്നു ദേശരാഷ്ട്രത്തിൽ, ആ കാര്യങ്ങളാണ് ഈ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പൗലോസിലേക്ക് പറയുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിൽ വെച്ചാണ് പൗലോസിന് റോമൻ പൗരത്വം ലഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ റെഫറൻസ് നടപടി 16, 12, 37, 38. എന്നിട്ടും പൗലോസ് പറയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതെ, നമ്മുടെ യഥാർത്ഥ റിപ്പബ്ലിക് സ്വർഗത്തിലാണ്. ക്രിസ്തുവുമായി ഐക്യത്തിലായിരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അതിനാൽ തന്നെ സ്വർഗത്തിൻ്റെ പൗരനാണ് ക്രിസ്ത്യാനി. അപ്പോൾ പിന്നെ എന്തിനാണ് ഭൂമിയിൽ താമസിക്കുന്നത്? ഭൂമിയിൽ താമസിക്കുന്നതിന് 2 തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, അംബാസഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോളണ്ടിലാണ്. ഞാൻ അടുത്ത ആഴ്ച ജർമ്മനി പോകും. പിന്നത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോകും. അപ്പോൾ ഇപ്പോൾ പോളണ്ടിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ അംബാസഡർ ഉണ്ട്. അദ്ദേഹം പോളണ്ടിൽ താമസിക്കണേ, പക്ഷേ ഇന്ത്യക്കാരനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജോലി? ഇന്ത്യയുടെ താല്പര്യങ്ങൾ പോളണ്ടിൽ സംരക്ഷിക്കുക. നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്, അംബാസഡറാണ്, പക്ഷേ ഭൂമിയിലാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഭൂമിയിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് അംബാസഡറുടെ ജോലി. ഇതാണ് ഒന്നാമത്തത്. മറ്റൊരു വാക്ക് അപ്പസ്തോലൻ എന്നാണ്. അപ്പസ്തോലോസ് എന്ന വാക്ക് ശരിക്കും നമ്മൾ അതായത് അതുവരെ ഉപയോഗിക്കാത്ത അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഈശോമിശിഹയാണ് അപ്പസ്തോലോസ്, സ്ലീഹ എന്ന വാക്ക് മറ്റൊരാൾ ഉപയോഗിക്കാത്ത അർത്ഥത്തിൽ ഉപയോഗിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 20:21 പറയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ദൈവപിതാവ് പുത്രൻ തമ്പുരാൻ അയച്ചതുപോലെയാണ്, സ്ലീഹയായിട്ട് അയച്ചതുപോലെയാണ് യേശുക്രിസ്തു സ്ലീഹന്മാരെ അയക്കുന്നത്. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ അയച്ച ദൈവപിതാവിനെ സ്വീകരിക്കുന്നു. ദൈവപിതാവിൻ്റെ അധികാരം പുത്രൻ തമ്പുരാന് കൊടുത്തു, പുത്രൻ തമ്പുരാൻ്റെ അധികാരം സ്ലീഹന്മാർക്ക് നൽകി. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എന്തായി പറയണേ? പത്രോസും സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും ഭൂമിയിൽ എന്ത് കെട്ടുന്നുവോ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ എന്ത് അഴിക്കുന്നുവോ അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിൻ്റെ അധികാരം ദൈവപിതാവിൻ്റെ അധികാരം പുത്രൻ തമ്പുരാൻ ആ അധികാരം സ്ലീഹന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും കൊടുത്തിരിക്കുന്നു. ഇതാണ് അപ്പസ്തോലൻ അല്ലെങ്കിൽ സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ യേശുവിന് മുമ്പ് ഒരാളും ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. യേശുവാണ് ആ വാക്ക് ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ സ്വർഗത്തിൻ്റെ അധികാരം ഭൂമിയിൽ ഉപയോഗിക്കുക, ആ അധികാരത്തിൽ പങ്കുപറ്റുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരായി വളർന്നുകൊണ്ടിരിക്കുക. 2, സ്വർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഈ ഭൂമിയിൽ സംരക്ഷിക്കുക, സ്വർഗത്തിൻ്റെ പ്രകാശം ഈ ഭൂമിയിൽ പരത്തുക. ഇതാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ആ ഡ്യൂട്ടി എല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകണം. പക്ഷെ അങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ ഈ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യണം. കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. കൃത്യമായി ചെയ്താൽ അത് നമുക്ക് അവിടേക്ക് പ്രവേശനം കിട്ടും, നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇനി കുറച്ചൊക്കെ ഉത്തരവാദിത്വം ചെയ്തോ കുറച്ച് ചെയ്തില്ലെങ്കിലോ അങ്ങനെ വരുമ്പോൾ ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലയളവ് ദൈവം അനുവദിക്കും. ഇതാണ് വളരെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. എന്ത് മനോഹരമാണിത്. നമുക്ക് ആ തുടക്കത്തിലെ സംഭാഷണത്തിലേക്ക് പോകാം. ഇഹലോകത്തായിരിക്കുമ്പോൾ ദുരന്തവും ഒക്കെ ഉണ്ടാകും, ക്ലേശമൊക്കെ ഉണ്ടാകും. പക്ഷേ കർത്താവ് കൂടെയുണ്ട്. കാരണം എന്താ? സ്വർഗത്തിൻ്റെ പൗരനാണ് നമ്മൾ. സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സ്വർഗം ഭൂമിയിലേക്ക് വന്നത്.
സ്വർഗം ഭൂമിയിലേക്ക് വന്നത് നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താനും ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴികൾ പഠിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ദേശരാഷ്ട്രത്തോട് അങ്ങേയറ്റം കൂറ് കാണിക്കണം. പക്ഷെ അപ്പോഴും ഒക്കെ ഓർക്കണം, ഇവിടെ നമ്മൾ താൽക്കാലിക കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. പെർമനന്റ് ഭവനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ദുരിതം ഒക്കെ നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന നാഴികക്കല്ലുകളാണ്. ഇത് എല്ലാവരെയും പഠിപ്പിക്കാൻ ഈ റിപ്പബ്ലിക്കിൻ്റെ ദിവസം നമുക്ക് സാധിക്കട്ടെ. മറ്റു ദിവസങ്ങളിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.